ഇതിലെ വരവ് ചെലവുകൾ തിരുനാമമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കുമാറാകണമേ. നിന്നിൽ നിന്നുള്ള സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഇതിനെ ഐശ്വര്യപ്പെടുത്തി ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകണമേ. ആയുഷ്കാലം മുഴുവനും രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഇവർ നിന്നെ പ്രീതിപ്പെടുത്തുവാനിടയാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ, ഇവരുടെ മരിച്ചുപോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും നൽകണമേ. ആത്മാവിനെ നിങ്കലുയർത്തുന്നേ നാദാ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീൻ ശരണം ലജ്ജിക്കരുതേ ഞാൻ. വൈരികളെന്നെ ചൊല്ലി പുകഴുതേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലജ്ജിക്കരുതേ നിന്നാശ്രിതരായും. ദോഷികൾ നാണിക്കും വാഴ്വടിയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ നിൻ പാതകൾ എന്നെ കാട്ടിടുക. അറിയിക്കണമെന്നെ നിൻ ചെറുവഴികൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ നയിച്ചെന്നെ പരിശീലിപ്പിക്കാമാർഗമോ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഹവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. നിങ്ങൾ പ്രവേശിക്കുന്ന സകല ഭവനങ്ങൾക്കും സമാധാനം ആശംസിപ്പീരെന്ന് തിരുവായി മുഴഞ്ഞവരായ കർത്താവേ, നിനക്ക് സ്തുതി.
കർത്താവേ, നിന്റെ സമാധാനവും ഐക്യവും ഈ ഭവനത്തിൽ ഉണ്ടാകുമാറാകണമേ. എല്ലാവിധ നാശങ്ങളിൽ നിന്നും ഇതിന്റെ വാതിൽപ്പടികൾക്ക് നീ മുദ്രയിടണമേ. സകലവിധ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഇതിൽ പാർക്കുന്നവരെ കാത്തുകൊള്ളണമേ. ഇതിൽ വസിക്കുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളണമേ. സകലവിധ തെറ്റുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. ഈ ഭവനത്തിലെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ തിരിച്ചു വരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും പരേതർക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇതിൽ നിവസിക്കുന്നവരെ നിന്റെ സത്യവും നിന്നിലുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദയയും കൊണ്ട് നിറയ്ക്കണമേ. ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ദൈവങ്ങളായുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തെ യോഗ്യമാകുന്നു. ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം പരിശുദ്ധ തൃത്വത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. അവിടുന്ന് തന്റെ ബഹുമാന്യതയുടെ ഔന്നത്യത്തിൽ ഇറങ്ങി വന്ന് വൃക്ഷത്തണലിൽ വിശ്രമിച്ചു. പർദീസായിലെ വൃക്ഷങ്ങളെ നട്ടവൻ ഒരു ദരിദ്രനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്നവൻ നിസാറിനെ പോലെ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. മാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ കഴിവില്ലാത്തവനായ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്ന് തിരുമുമ്പാകെ വന്ദിക്കുകയും, കർത്താവേ, അവിടുത്തെ ദയാദൃഷ്ടിയിലുണ്ടെങ്കിൽ അവിടുത്തെ ദാസനെ വിട്ടുപോകരുതേ. അല്പം വെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ. വൃക്ഷത്തിൻ കീഴിൽ വിശ്രമിച്ച് അപ്പകഷ്ണങ്ങളെടുത്ത് ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ദാസന്റെ അടുത്ത് കൂടി കടന്നു പോകുവാൻ ഇടയായല്ലോ എന്നപേക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ മഹനീയതയ്ക്ക് ഇത് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സുദാസനായ അബ്രഹാം വിളമ്പിക്കൊടുത്തവ സ്നേഹമാർഗം ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായി സാറേയും അവന്റെ സമ്പാദ്യങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ, തിരുമുമ്പാകെ നിങ്ങൾ അറിയിച്ചിരിക്കുന്ന ഈ സുഗന്ധ ധൂപം മൂലം ഈ നിന്റെ ദാസരുടെ ഭവനത്തെയും സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ഭവനത്തിനും ഇതിലെ നിവാസികൾക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ നിന്റെ ഭൃത്യന്റെ യാചനാ തിരുസന്നിധിയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിലെ നിവാസികൾ കുറ്റമില്ലാത്തവരായി തീർന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുൽമാനുകളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവനും അനുതാപികളിൽ പ്രീതിപ്പെടുന്നവനുമായ കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിരുവുള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്കും വിശ്വാസികളായ ഞങ്ങളുടെ പരേതർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വാഴ്വേറ്റ അബ്രഹാം ദാതൻ തൻ ഭവനം സാക്ഷാൽ മണവാളൻ മശിഹ സക്കായ് ഭവനത്തെ വാഴ്ത്തി സ്വാരാധകരേറിയ വീട്ടിൽ തൃത്വം വാണിടണമേവൽ തലമുറയാൽ അനുവാഴ്ത്തപ്പെടണം. ശിക്ഷനോടാൽ ചൊല്ലി കേട്ടേ ഞാൻ കൈക്കൊള്ളൂ നിങ്ങളെ വീട് ദാവീദനെ കൈക്കൊള്ളൂ. അബ്രഹാമിൻ ഭവനം പോ ഞങ്ങളറിഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ വാഴ്ത്തുക തൃക്കൈയാൽ മാറിക്കുമോ. ശൂന്യാരണ്യത്തിൽ നേടി സംതൃപ്തി ജനമഞ്ചപ്പത്താൽ
അതിനുള്ളിൽ പാർപ്പോരെയും രക്ഷകനെ തൃക്കയ്യാൽ വാഴ്ത്തണമേതൽ തലമുറയാൽ അത് വാഴ്ത്തപ്പെടണം മിനമൂലം വാദാമിൽ ഓരം മുൽമീനാമി ഏകയാമീൻ ആശീർവാദത്താൽ മികവാകേകത്തിൽ കുംഭത്തിൽ ധാന്യപ്പൊടിയും കൊമ്പിൽ തൈലവും മറ്റില്ല ആവനവാങ്ങിയൊരു ഭവനം നൽ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണം. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന ഏതു ഭവനവും എന്നെയാകുന്നു സ്വീകരിക്കുന്നതെന്ന് തന്റെ പരിശുദ്ധ ശിഷ്യന്മാരോട് അരുളി ചെയ്തവനായ മശിഹാതമ്പുരാനെ, നിന്റെ ആരാധകരുടെ ഈ ഭവനത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധ നാമം മൂലം നിന്റെ ഈ ദാസനെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ പ്രസന്ന മുഖങ്ങളോടുകൂടെ നിന്നിൽ നിന്ന് രണ്ട് ലോകങ്ങളിലും നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ ഇവർക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മോറൻ വാലോഹാൻ ലവൽ മീ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാദാനിൻ വെളിവും വിശ്വാസമതും നൽകിയിടേണമേ. സ്വാമനമരുളി ശിബിരങ്ങളിലേക്കു നയിച്ചിടണമെന്നേ. ഹല്ലേലൂയ. നാം മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ജീവിതത്ത് അന്നുഭാവാക്കി നമ്മത്താവായ വിസ്തയങ്ങളിലെ ദൈവത്തിന്റെ മതിമതിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിസ്ത എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷിതാവിന്റെ സ്തുതികളും ഞങ്ങളുടെ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു യെരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരുടെ പ്രമാണിയുമായ സക്കായി എന്നു പേരുള്ള ഒരുവൻ യേശു ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തം അത് കഴിഞ്ഞില്ല. എന്തെന്നാൽ സക്കായി പൊക്കം കുറഞ്ഞവനായിരുന്നു. അവൻ യേശുവിനെ കാണുവാനായിട്ട് മുൻപേ ഓടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിലെ ആയിരുന്നു യേശുവിന് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു അവനെ കണ്ടിട്ട് അവനോട്, സക്കായി, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും അത് കണ്ട് നീരസപ്പെട്ട്, ഇവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചുവല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട്, കർത്താവേ, ഇതാ എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതൊരുവനിൽ നിന്നെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുള്ളത് 1/4 വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്തെന്നാൽ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്നാർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലും ഉണ്ടാകേണം കൂടം. വീട്ടിൽ പ്രാർത്ഥിപ്പതിനാലുടയോനേഷ്ടം ശബ്ദത്താലല്ലാർഭാഗ്യം തന്നിഷ്ടന്മാസൗമ്യം മോശ പ്രാർത്ഥന മൂലം ഭാഗിച്ചാഴി കൂട്ടം നീങ്ങി ദുഷ്ടൻ പറവോൻ മുങ്ങിപ്പോയി നാവീടിൻ പ്രാർത്ഥന കേട്ടീശൻ
ആദരവോന്നി പാപം മോചിച്ചേകി വീണ്ടും പ്രവചന ശക്തി ചൂളയ്ക്കുള്ളിൽ ഹാനിയന്മാർ പ്രാർത്ഥിച്ചപ്പോൾ തിരുകുണ്ടത്തിനാവരെ ദൈവം സംരക്ഷിച്ചു നിര്യാണം ന്യായത്തിൻ പീഠം തരകം മൂന്നും നീയേറ്റിടുന്നിൻ കർത്താവേ എന്നുള്ളത്തിൽ ദൈവാദിദൈവവും കർത്താദികർത്താവും വിശ്വാസപൂർവം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനുമായുള്ളോവേ, ബലഹീനനും പാപിയുമായ നിന്റെ ദാസനാകുന്ന ഞാൻ അയോഗ്യനെങ്കിലും എന്റെ ബലഹീനമായ പ്രാർത്ഥന സ്വീകരിക്കണമേ. നോഹിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും ജലപ്രളയത്തിൽ നിന്ന് പെട്ടകത്തിൽ നീ സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാളിൽ നിന്ന് രക്ഷിച്ച് അവനെയും അവന്റെ സമ്പത്തുക്കളെയും അനുഗ്രഹിച്ച പ്രകാരവും സോദോമിലെ അഗ്നിയിൽ നിന്ന് ലോത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ നീ കാത്ത് അവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും ഇസ്രായേലിൽ വെച്ച് യൗസേപ്പിനെ നീ സംരക്ഷിച്ച് ഭരണാധിപനാക്കി തീർക്കുകയും അവന്റെ സമ്പാദ്യവും വരവുകളും വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തതുപോലെയും പുണ്യവാനായ യോബിന്റെ സമ്പാദ്യങ്ങൾ അവന്റെ പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെയും മോശയും ഇസ്രായേൽ ജനത്തെയും സമുദ്രത്തിൽ നിന്നും ഫറവോനിൽ നിന്നും സംരക്ഷിച്ച പ്രകാരവും മോശയുടെ പ്രാർത്ഥനയും മഹ്റോന്റെ ധൂപവും ഫിനഹാസിന്റെ വാളും മൂലം ഇസ്രായേലിൽ നിന്ന് കോപവും മരണവും നിരോധിച്ചതുപോലെയും കരുണാപൂർണനും തന്റെ സൃഷ്ടിയോട് ദയവുള്ളവനുമായ കർത്താവേ, നിന്റെ ദാസരുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപവടികളും കഠിന ശിക്ഷകളും വിവിധതര രോഗങ്ങളും വ്യാധികളും എല്ലാ അപകടങ്ങളും കൃപയോടെ നിരോധിക്കണമേ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിന്റെയും പരിശുദ്ധനായ മോറേലിയാനിയുടെയും മോർ ഇഗ്നാത്യോസ് പിതാവിന്റെയും മോർ ഗീവർഗീസദായുടെയും മോർ ഗ്രിഗോറിയോസിന്റെയും മോർ ദിവന്നാസിയോസിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും കൃപയും ചെയ്യുമാറാകണമേ. അവന ശുദ്ധീകരണത്തിനുള്ള തളിപ്പായി തീരുവാൻ തക്കവണ്ണം പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വെള്ളം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മാതാവും ശുദ്ധന്മാരും മാർപ്പിക്കും വാഴൻ പോഴി വീഴിനും വീക്കാർക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ മുദ്ര കുത്തപ്പെടുന്ന ഈ ഭവനം എന്നേക്കും ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധന്മാരും വാർപ്പിക്കും മധ്യശ്രദ്ധയാ വാഴ്വൻ പോടി വീഴിനും വീട്ടാക്കും ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധന്മാരും മാർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻ പോടി വീടിനും വീട്ടാട്ടും ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ.
ഓലം ഉൽബി സുധന്മാരും മാപ്പിക്കും വീടിനും വീട്ടാക്കും വഴികളെയും വായിച്ചിടാൻ വരുമോ ആമീൻ ആമീൻ ശുദ്ധന്മാരും പാപിക്കും മധ്യസ്ഥതയാം വാഴ്വൻ കോടി വീടിനും വീട്ടാർക്കും നാഥായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധവുമായുടെ നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീകാട് അടയാളത്താൽ മുദ്രവട്ടപ്പെടുന്ന ഈ ഭവനം എന്നേക്കും ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഭസ്മോദാബോ ഉദാബ്രോ വദറുഹു ഹായുകാദിസു ഹാദിസൈഹുല്ലവോലം ഉൽബി ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധവുമായുടെ നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീവായുടെ അടയാളത്താൽ മുദ്രവട്ടപ്പെടുന്ന ഈ ഭവനം എന്നേക്കും ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധവുമായുടെ നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീവായുടെ അടയാളത്താൽ മുദ്രവട്ടപ്പെടുന്ന ഈ പാചകശാല എന്നേക്കും ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പാപമോചനത്തിന് മാമോദീസ നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലുയ്യാ ഹാലേലുയ്യ നിൻ വലമായി രാജഭാമിനിയും ഭക്തരപേക്ഷയണേക്കേണം
അറിയാമിൻ സ്മരണം നീതിമാൻ വനപോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലെബനോന്റെ കാരനിൽ ഭാഗ്യം ശ്രീകർക്കും ഭാഗ്യം സാരാധേർക്കും പുനരുത്ഥാനത്തിനെ ഭാഗ്യമോ കാക്ഷിച്ചൊരു സാഗരേ വാളാചിറകുകൾ ഉന്നതപദമേറി ഒഴിയോടാകെ പരിശുദ്ധന്മാരെ നിങ്ങൾ വഴികളെയും ജന്മോപത്തിൽ വഴികളെയും ഈ ഭവനത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും പ്രത്യേകാൽ ഈ ഭവനത്തിന്റെ ഈ അനുഗ്രഹീത നിർമ്മാണം ദൈവസന്നിധിയിൽ നിന്ന് കണ്ടു സംഭവിക്കുന്ന എല്ലാ പൂർവികരെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകലരെയും ദൈവസന്നിധിയിലോട്ട് നമുക്കാണ്. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനെ ജീവാസനമേ കബരേനോദ്യാനത്തേന സൗമ്യകാലക്കുറിയേലായിസോ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രകരാം ഏവർക്കും നൽകുന്നു കബറുകളിൽ നീങ്ങി അവരോടെഴുന്നേറ്റു ഉയരുന്നു പാടിക്കുമോ എന്റെ ശരീരം ചെറ്റം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി എന്നും അവൻ ജീവിപ്പാൻ ഞങ്ങൾക്ക് മരിച്ചത് ഞാൻ എന്നും കാത്താരുടെന്ന് മഹത്വം മുറിയോടാകെ മേലെ യുവാതാരേ പരമാതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം കർത്തത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടീടേ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ഭവനകൂദാശയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവരെ കുറവുള്ളതും ബലഹീനമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ആവോ വഗ്രോ റൂഹോ ഹായോ കാദീശോ ഓശോ വകുല സുബാനുലവൽ ബി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും
ഇന്ന് പ്രാർത്ഥിച്ച് തിരുസന്നിധിയിൽ സമർപ്പിച്ച പ്രതിഷ്ഠിച്ച ഈ ഭവനത്തിൽ വസിക്കുന്ന നിന്റെ മക്കളുടെ മേൽ പ്രത്യേകാൽ ഈ ഭവനത്തിന്റെ അനുഗ്രഹീതമായ പൂർത്തീകരണത്തിനായി ചെറുതും വലുതുമായി കർത്താവെ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ കുദാശയ്ക്കായി കൂടി വന്നിരിക്കുന്ന സകലരുടെ മേലും അവരുടെ കുടുംബങ്ങളിൽ മേലും കർത്താവെ ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ.